ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മൈക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 1000 രൂപ താഴെ ബഡ്ജറ്റിൽ വരുന്ന ഒരു ലേപ്പൽ മൈക്ക് അഥവാ ഒരു കോളർ മൈക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബോയ BY-M1 എന്ന് പറയുന്ന മോഡൽ മൈക്രോഫോൺ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ സാഹദ്, യു ആർ വാച്ചിങ് ടെക് ടോക്ക് വിത്ത് സാഹദ്. എന്തുകൊണ്ട് ബോയ BY-M1 മേടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ക്യാമറയിലേക്ക് ഡയറക്റ്റായിട്ട് ബോയ BY-M1 എന്ന് പറയുന്ന മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഓഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഇപ്പം എന്തുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണിത്. പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ മേടിച്ച് ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അൺബോക്സ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ആമസോണിൻ്റെ പെട്ടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പെട്ടി നമുക്കിപ്പം നമ്മൾ നൈഫ് അടുക്കളയിൽ നോക്കിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബില്ലാണ്. ബില്ല് ഇതിന് 886 രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് ബില്ലിൽ എഴുതിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 886 രൂപയാണ്. അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ മെയിൻ ബോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോയ BY-M1 മൈക്കിൻ്റെ ബോക്സ്. അൺബോക്സ് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന പോലെ, ഏതൊരു ഇലക്ട്രോണിക്സ് സാധനം മേടിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു യൂസർ ഗൈഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഷെൻസൺ GR ഫോട്ടോ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാറണ്ടി കാർഡ്, ഈ ബോയയുടെ തന്നെ കമ്പനിയുടെ വാറണ്ടി കാർഡ്. പിന്നെ നമുക്കൊരു ക്യാരി പൗച്ചിലാണ് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ഇട്ട് കാണുന്നത്. ക്യാരി പൗച്ച് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈക്ക് യൂണിറ്റ്, ഇതൊരു കണ്ടൻസർ മൈക്കാണ്, ആ മൈക്ക് യൂണിറ്റ് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ മൈക്കിൻ്റെ ഈ ഫിൽറ്റർ, പോപ്പ് ഫിൽറ്ററും ക്ലാമ്പും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ആംപ്ലിഫയറിലൊക്കെ, ഈ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ കുത്തുമ്പോൾ ആംപ്ലിഫയറിൽ നമുക്ക് 3.5 mm കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൺവേർട്ടർ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബോക്സ് കണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കിട്ടുന്നത് നമ്മുടെ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൈക്കാണ് ബോയ BY-M1. ഇതിൻ്റെ കൂടെ കിട്ടുന്ന പൗച്ചിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കും. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നല്ല ലെങ്ത് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇപ്പം ഇത്രയും രൂപ കൊടുത്ത് ഞാൻ ഇതിൻ്റെ ഒരു മൈക്ക് മേടിക്കുന്ന, ക്യാമറയിൽ ഒരു മൈക്കില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോണിലൊരു മൈക്കില്ലേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഞാൻ എൻ്റെ ബോയ BY-M1 മൈക്ക് യൂസ് ചെയ്തെടുത്ത ഓഡിയോ ആണ്. ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ക്യാമറയിൽ ഇൻബിൽറ്റ് മൈക്ക് യൂസ് ചെയ്ത് എടുത്ത ഓഡിയോ ആണ്. വീണ്ടും ബാക്ക് ടു ബോയ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ക്വാളിറ്റി ഡിഫറൻസ് വരുന്നുണ്ട് നമ്മുടെ ഈ നോർമൽ മൈക്ക്, ക്യാമറയിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന മൈക്കും ഫോണിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന മൈക്കും ഒക്കെ തമ്മിലും ഈ കണ്ടൻസർ മൈക്ക് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഈ ബോക്സിനകത്ത് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് കണ്ടൻസർ, പിന്നെ ഓമിനി ഡയറക്ഷണൽ, ഫ്രീക്വൻസി റേഞ്ച് 65 Hz മുതൽ 118 kHz വരെയാണ്. പിന്നെ സിഗ്നൽ നോയ്സ് 74 dB SPL, പിന്നെ സെൻസിറ്റിവിറ്റി, അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.5 gram ആണ്. വെറും 2.5 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ പവർ മൊഡ്യൂളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 18 gram ആണ്. പിന്നെ നമ്മുടെ ഈ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇത്രയും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരതിനകത്ത് കണ്ടൻസറിൻ്റെ അകത്ത് നമുക്കൊരു ബാറ്ററി ഇട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറണം. അപ്പം 1-2 തവണ എൻ്റെ മൈക്കിൻ്റെ ബാറ്ററി തീർന്നിട്ടുണ്ട്. ഈ കണ്ടൻസറിൽ ഈ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇപ്പം നമ്മൾ DSLR ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്യാമറ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഓഫ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നൊരു മോഡ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഈ ക്യാമറ എന്നുള്ള മോഡിൽ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ബാറ്ററി ഡ്രെയിൻ ആകുകയും നമുക്ക് ഇതിൻ്റെ ബാറ്ററി മാറ്റി കൊടുക്കുകയും ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ബോക്സിൽ ഒരു ബാറ്ററി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മൈക്ക് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വളരെ അടിപൊളി ക്വാളിറ്റിയാണ്. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈക്ക് മേടിക്കാവുന്നതാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ബൈ.